ويضل الله الظالمين ويفعل الله ما يشاء. വിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. വത്തഖുല്ലാഹ് മസ്തതാഅതും. സഹോദരന്മാരെ, ഇന്ന് ലോകം ഒരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറുമ്പോഴേക്ക് മറ്റൊരു പ്രതിസന്ധിയിലേക്ക് അകപ്പെടുകയാണ്. ഒരു മുള്ളുംകെട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് പെടുമ്പോഴേക്കും മറ്റൊരു മുള്ളുംകെട്ടിലേക്ക് നാം വെന്നു വീഴുന്ന അവസ്ഥയാണ് നാം കാണുന്നത്. അതിൻ്റെ അർത്ഥം അസ്ഥിരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഒരു പ്രക്ഷുബ്ധമായ കടൽ പോലെ. ആലോചിക്കൂ, ഈ അസ്ഥിരത എന്തുകൊണ്ടുണ്ടാകുന്നു സഹോദരന്മാരെ? വാർത്തകൾ തുറന്നാൽ ഭയം, സംഭാഷണങ്ങൾ കേട്ടാൽ ആശങ്കകൾ, യുദ്ധക്കെടുതികളും അഭ്യൂഹങ്ങളും ആശങ്കകളും തുടങ്ങി ഒരുപാട് തിരമാലകൾ മനുഷ്യ മനസ്സിനെ അസ്ഥിരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥിരതയില്ല. മത്സ്യത്തെ കരയ്ക്ക് കയറ്റിയിട്ടുണ്ടാവുന്ന അവസ്ഥ ഇതാ. ഇതേപോലെ പിടയുകയാണ് മനുഷ്യന്റെ മനസ്സുകൾ അധികവും. സഹോദരന്മാരെ, ആ മനുഷ്യ മനസ്സ് ചോദിക്കുന്നു, എന്താണ് ഇവിടെ നടക്കുന്നത്? യുദ്ധങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, കലഹങ്ങൾ, കോലാഹലങ്ങൾ, ഇങ്ങനെ കാറ്റിൽ വിറക്കുന്ന ഒരു പായക്കപ്പൽ പോലെ മനുഷ്യന്റെ ഹൃദയം ആയി മാറുന്ന ഒരു അസ്ഥിരമായ ലോകത്താണ് ഇന്ന് നാം ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തെ പറ്റിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. യഖൂലു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബാദിറൂ ബിൽ അഅമാലി ഫിതന. കുഴപ്പങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഉളരി വരണം. കഖതഅൽ ലൈലിൽ മുസ്ലിം. കറുത്തിരുണ്ട രാത്രിയുടെ കഷ്ണങ്ങളെപ്പോലെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. കറുത്തിരുണ്ട രാത്രിയുടെ ആ കഷ്ണങ്ങളെപ്പോലെ ഫിത്നകൾ വരുന്ന ഒരു കാലമുണ്ടാകുന്ന. എത്രത്തോളം എന്ന് വെച്ചാൽ യുസ്ബിഹുർ റജുലു മുഅ്മിന വയുംസി കാഫിറ. അന്ന് ഒരു വിശ്വാസിയായ മനുഷ്യൻ നേരം പുലരുമ്പോൾ അവൻ വിശ്വാസിയായിരിക്കും, വൈകുന്നേരം ആകുമ്പോഴേക്കും അവൻ അവിശ്വാസിയായി മാറും. വൈകുന്നേരം അവിശ്വാസിയായിരിക്കും, നേരം പുലരുമ്പോഴേക്കും അവൻ വിശ്വാസിയായി മാറും. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം എത്രത്തോളം ദുനിയാവിന്റെ വിഭവത്തിന് വേണ്ടി, ആ തുച്ഛമായ വിഭവത്തിന് വേണ്ടി ദീനിനെ പോലും വിറ്റ് കാശാക്കുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. അതാണോ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ? നാം കാണുന്ന പലപ്പോഴും നമ്മൾ ശരിയാണെന്ന് വിചാരിച്ചിരുന്ന പലതും തെറ്റായി ഇന്ന് നമുക്ക് തോന്നുകയാണ്. പല തെറ്റുകളും ഇന്ന് ശരിയാണോ? അന്ന് അയാൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നില്ലേ, അത് ശരിയാണോ എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാലം, സത്യത്തിന് മങ്ങലേൽപ്പിക്കുന്ന ആ ഒരു കാലഘട്ടം. ഇതെന്തുകൊണ്ടാ സഹോദരന്മാരെ? നമ്മുടെ വിശ്വാസത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെ നാം ഉറച്ചു നിൽക്കണം? സ്ഥിരമായി നമ്മുടെ മനസ്സിനെ പതറാതെ ഏത് കാറ്റും കോളും വരുമ്പോഴും ഉറച്ചു നിൽക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? വിശുദ്ധ ഖുർആൻ അത് നമ്മെ പഠിപ്പിക്കുന്നു. അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത്. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകളെ സ്ഥിരപ്പെടുത്തി സ്ഥൈര്യം നൽകും അവർക്ക്. എങ്ങനെ? ബിൽ ഖൗലി സാബിത്ത്. ബിൽ ഖൗലി സാബിത്ത്, സുസ്ഥിരമായ ഒരു വചനം അഥവാ കലിമത്തു തൗഹീദ്. തൗഹീദി വിശ്വാസമുള്ള ഒരാൾക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അല്ലാഹു തആല അയാൾക്ക് സുസ്ഥിരത നൽകുന്ന, പരലോകത്ത് മാത്രമല്ല, ഫിൽ ഹയാത്തി ദുനിയ, ഈ ഇഹലോകത്തും
വഫിൽ ആഖിറ, പരലോകത്തും എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ സഹോദരന്മാരെ, നമുക്ക് എന്തുകൊണ്ട് ഭയം ഉണ്ടാവുന്നത്? ഭയം പലപ്പോഴും ഭയം നമുക്ക് വരുന്നത് ഒരു കാര്യം വന്നിട്ടല്ല, വന്നതിന് ശേഷമല്ല, മറിച്ച് ഭാവിയിൽ എന്താവും. ഇപ്പൊ ഒരു ഉമ്മ എൻ്റെ കുട്ടിയുടെ അവസ്ഥ, ഇപ്പം ഞാനങ്ങ് പോയാൽ എൻ്റെ കുട്ടിയുടെ അവസ്ഥ എന്താവും? ആ ഭാവിയിൽ നമുക്കറിയാത്ത ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചു കൊണ്ടാണ് ഞാനും നിങ്ങളും ഭയപ്പെടുന്നത്. ഇവിടെ ഇപ്പൊ എയർപോർട്ട് അടിച്ചപ്പോ എന്താകും എന്ന കാര്യത്തിൽ, അറിയാത്തൊരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സഹോദരന്മാരെ നമുക്ക് ഭയമുണ്ടാവുന്നത്. ഇവിടെ ഒരു വിശ്വാസി, ആ വിശ്വാസിയുടെ മനസ്സിന് സംരക്ഷണം നൽകുന്ന ഒരു വലിയ മതിൽക്കെട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അല്ലേ, നമുക്ക് അള്ളാഹു എന്താണോ രേഖപ്പെടുത്തിയത്, എന്താണോ വിധിച്ചത്, അത് അല്ലാതെ മറ്റൊന്നും നമുക്ക് ബാധിക്കൂല. ഈ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിനെ ഒരു സംരക്ഷണ മതിലാക്കി മാറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് നാം ചിന്തിക്കുക, നമ്മുടെ റിസ്ക് നമ്മുടെ കയ്യിലല്ല, നമ്മുടെ സംരക്ഷണം നമ്മുടെ കയ്യിലല്ല, മറിച്ച് അതെല്ലാം നിയന്ത്രിക്കുന്ന, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന നിയന്താവായ ഹയ്യും കയ്യൂമുമായ ആ അള്ളാഹുവിൻ്റെ കയ്യിലാണ് നമ്മുടെ നിയന്ത്രണം എന്ന് പറയുന്നത്. സഹോദരന്മാരെ, നോക്കൂ നിങ്ങൾ, ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ കടന്നു പോയിട്ടുണ്ട്. ഖന്തക് യുദ്ധ രണാങ്കളം ആലോചിച്ചു. ഖന്തക് യുദ്ധ രണാങ്കളം എന്ന് പറയുന്നത് ആ മദീനയ്ക്ക് ചുറ്റും സഖ്യകക്ഷികൾ, എല്ലാ സൈന്യവും പട്ടാളവും പ്രവാചകനും നബിക്കും ആ സഹാബത്തിനുമെതിരെ മതിൽ കെട്ടുകയാണ്. അവർ കൊണ്ടുപോയ ഭക്ഷണം തീർന്നുപോയി, വിശന്ന് പള്ള ഒട്ടിപ്പിടിക്കുകയാണ്, അവർക്ക് ഭയം പിടികൂടുകയാണ്, അതിശക്തമായ തണുത്ത കാറ്റടിക്കൽ, എല്ലാം കൊണ്ടും പ്രതികൂലം. പക്ഷേ സാധാരണക്കാരൻ വിചാരിക്കും, എന്തായാലും ഇനി നമുക്ക് രക്ഷയില്ല, ഇനി മരിക്കല്ലേ, വേറെ മാർഗമൊന്നുമില്ല. എന്നാൽ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായിരുന്ന ആ സഹാബത്ത് പറഞ്ഞത്, വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ, ആ സഖ്യകക്ഷികളെ വിശ്വാസികളായ സ്വഹാബത്ത് കണ്ടപ്പോൾ ഖാലു, അവർ പറഞ്ഞു, ഹാദാ മാ വഅദനല്ലാഹു വറസൂൽ, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും വാഗ്ദാനം ചെയ്തതാണ്, അല്ല പറഞ്ഞതാണ് വിജയമുണ്ടാവുമെന്ന്. ആ വാഗ്ദാനം അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും തന്നതാണ്. വസദഖല്ലാഹു വറസൂലു, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞ് സത്യമല്ലാതെ മറ്റൊന്നുമാലെ എത്രയായാലും അത് സത്യമായിരിക്കുന്ന. അങ്ങനെ അവർ പറഞ്ഞപ്പോൾ വമാ സാദകും ഇല്ലാ ഈമാനം വതസ്ലീമ, ഈ ഒരു വാക്ക് റബ്ബിലേക്ക് മനസ്സിനെ കണക്ട് ചെയ്തപ്പോൾ അവർക്ക് വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തത്. നോക്കൂ നിങ്ങൾ, എത്ര പ്രതികൂലമായ ഒരു കാലാവസ്ഥയും ഒരു കാലഘട്ടവുമാണ് മദീനയെ ചുറ്റും ആ ശത്രുക്കൾ വളഞ്ഞപ്പോൾ ഉണ്ടാവുന്നത്. അവിടെ പടച്ച തമ്പുരാൻ അവരെ രക്ഷപ്പെടുത്തുകയാണ്. എന്താണ് അവരുടെ ആ സമർപ്പണ ബോധം? എൻ്റെ എല്ലാം ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണ്. ആ തവക്കുൽ, ആ വിശ്വാസത്തിന്റെ ദൃഢത, അതാണ് അവർക്ക് വിജയം നൽകിയത്. സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ ചുറ്റും വലിയ കൊടുങ്കാറ്റടിക്കുകയാണ്, അല്ലേ? യുദ്ധഭീഷണിയുടെ കൊടുങ്കാറ്റുകൾ തലയ്ക്കു ചുറ്റും അതാ എല്ലാം സഞ്ചരിക്കുന്നു, ഒരുപാട് തീനാളങ്ങൾ സഞ്ചരിക്കുന്നു. പക്ഷേ നാം മനസ്സിലാക്കണം, ഇവിടെയൊക്കെ നാം ആശങ്കപ്പെടും. ഈ സാമ്പത്തികമായിട്ടുള്ള ആശങ്ക, അല്ലേ? എൻ്റെ ഭാവി എന്താവും, ഇങ്ങനെ എല്ലാം അനിശ്ചിതത്വമായല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ സഹോദരന്മാരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സുരക്ഷ അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആ മക്ക ജീവിത കാലഘട്ടത്തിൽ എന്തൊക്കെ പ്രതികൂലമായ കാലാവസ്ഥയിലൂടെയാണ് പ്രവാചകനും സഹാബത്തും കടന്നുപോയത്. ശക്തമായ പീഡനം, ഉപദ്രവങ്ങൾ, നിരാകരണം, നാട്ടിൽ നിന്ന് പുറത്താക്കൽ, ഇങ്ങനെ ആ സമയത്തൊക്കെ പ്രവാചകനും സഹാബത്തും ചെയ്തത് എന്താ? നബി പഠിപ്പിച്ചതെന്താ? ഹൃദയം അള്ളാഹുവിനോട് കണക്ട് ചെയ്യാൻ, സിലത്തുല്ലാഹ്. നോക്കൂ നിങ്ങൾ, ഒരിക്കൽ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഅബയുടെ തണലിൽ ഒരു ബുർദാണിഞ്ഞു കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. സഹാബത്ത് പീഡനം സഹിക്കവയ്യാതായപ്പോൾ ആ നബിയോട് പോയി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, അലാ തസ്തൻസിറു ലനാ അലാ തദഉ ലനാ,
ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് താങ്കൾ സഹായം തേടുന്നില്ലേ, അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? ഇപ്പൊ നബി പഠിപ്പിച്ചത് മുൻഗാമികളുടെ ചരിത്രമാണ്. മുൻഗാമികളായ ആളുകളെ, ആ ജനതയെ, വിശ്വാസികളെ വലിയ കുണ്ടുണ്ടാക്കി, കുഴിയുണ്ടാക്കി അതിലിറക്കി വെച്ചുകൊണ്ട് ഈർച്ചവാൾ കൊണ്ടുവന്ന് രണ്ടായി പിളർത്തിയിരുന്നു. എന്നിട്ട് പോലും അവർ ഈ ദീനിൽ നിന്ന് ഒഴിഞ്ഞു പോയില്ല, മാറിയില്ല. അവരുടെ വിശ്വാസം വർദ്ധിക്കുക. ഇതാണ് നമ്മെ പഠിപ്പിക്കുന്ന ഇസ്ലാം. സഹോദരന്മാരെ, എന്ത് വലിയ കൊടുങ്കാറ്റുണ്ടായാലും, ആ ശക്തമായ കൊടുങ്കാറ്റിൽ നിങ്ങൾ യാത്ര ചെയ്താലും, അവിടെയൊക്കെ ആ കാറ്റ് അതിശക്തമായി വീശിയാലും, തിരമാലകൾ ഉയർന്നാലും, നമുക്ക് വേണ്ടത് നമ്മുടെ നങ്കൂരം. ആ നങ്കൂരം അത് ശക്തമാണോ? ഒരിക്കലും ആ കപ്പൽ ആടി ഉലയില്ല. സഹോദരന്മാര്, നിങ്ങൾക്ക് മഴവെള്ളം ഇങ്ങനെ ശക്തമായി വർഷിക്കാൻ, അതിശക്തമായി മഴവെള്ളം വർഷിക്കുന്നു കപ്പലിന്റെ മുകളിൽ. പക്ഷെ ആ കപ്പൽ മുങ്ങുന്നില്ല. എന്തുകൊണ്ടാ? അതിന്റെ നങ്കൂരം അതിശക്തമാണ്. മഴവെള്ളം വർഷിച്ചത് കൊണ്ടോ കപ്പലിന്റെ മുകളിൽ വെള്ളം വന്ന് വീഴുന്നത് കൊണ്ടോ കപ്പൽ വെള്ളത്തിലേക്ക് താഴില്ല. മറിച്ച് അതിന്റെ നങ്കൂരം നഷ്ടപ്പെട്ടാൽ അത് എന്ത് ചെയ്യും? അത് ആ തിരമാലകളിൽ ഇളകി മറിയും. അല്ലേ? ആലോചിച്ചു. എന്നാൽ കപ്പലിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയാലോ കപ്പൽ താഴ്ന്നു പോകും. ഇതാണ് സഹോദരന്മാരെ, ലോകത്ത് ചുറ്റും ഫിത്നകൾ തിരമാലകളെ പോലെ അടിച്ചു വീശിയാലും, എന്ത് തന്നെ വന്നാലും, ആ വിശ്വാസിയാകുന്ന അവന്റെ ഹൃദയം തകരില്ല. അവൻ തകരുന്ന ഒരു രംഗമുണ്ട്. ഈ ഫിത്നകൾ ഈ കപ്പലിലേക്ക് വെള്ളം കയറുന്നത് പോലെ ആ ഫിത്നകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പിടിച്ചാൽ, ആ ഹൃദയത്തിലേക്ക് കടന്നു കയറിയാൽ അവിടെ നമ്മുടെ നാശമാണ്. സഹോദരന്മാരെ, ഒരു പക്ഷേ നമ്മൾ മരിച്ചാലും ശക്തമായ വിശ്വാസമുണ്ടോ, ആ വിശ്വാസിയുടെ ഹൃദയം ഒരു കാറ്റിലും കോളിലും തിരമാലകളിലും ആടി ഉലയില്ല. കാരണം അവന്റെ നങ്കൂരം എന്ന് പറയുന്നത് വിശ്വാസമാണ്. സഹോദരന്മാർ, അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്, ഈ ഒരു സംഗതി അള്ളാഹു പറഞ്ഞ ഈ ഒരു നമ്മുടെ മനസ്സിലുണ്ടോ? അതിയുറച്ച വിശ്വാസം നമുക്കുണ്ടോ എന്നതാണ് ഈ അവസരത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ളത്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകൊണ്ട് ഇത്തരം സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ നൗക മുന്നോട്ട് നയിക്കുന്ന വിശ്വാസിയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇഖ്വാനി ഫില്ലാഹി ഉസീകും ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യനെ ബാധിക്കുന്ന ഏറ്റവും വലിയ അപകടം പിടിച്ചൊരു പരീക്ഷണമാണ് നമ്മളൊക്കെ കിംവദന്തികളുടെ പിന്നാലെ പായാന്നുള്ളത്. അല്ലേ? വാർത്തകൾ പ്രചരിപ്പിക്കും, തിരക്കൂട്ടിട്ട് നമ്മൾ വാർത്ത കിട്ടിയത് അങ്ങോട്ട് പ്രചരിപ്പിക്കും. ഇത് ഏറ്റവും വലിയ അപകടമാണ്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറയണത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, ഒരു അധർമ്മകാരിയായ മനുഷ്യൻ വല്ല വാർത്തയുമായി നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി ശരിക്കും നിങ്ങൾ അന്വേഷിച്ചിട്ട് അത് സ്വീകരിക്കാവൂ എന്നുള്ള. അല്ലെങ്കിൽ എന്താ? അൻ തുസീബു ഖൗമൻ ബിജഹാല, നിങ്ങളുടെ ജഹാലത്ത് മൂലം അറിയാതെ മറ്റൊരു ജനവിഭാഗത്തിന് നിങ്ങൾ ആപത്ത് വരുത്തും. അത് വരുത്താതിരിക്കലാണ്. ആര് വാർത്ത വരുമ്പോഴും, വാട്സപ്പിലാവട്ടെ എന്തിലാവട്ടെ, ആര് പറഞ്ഞാലും അപ്പടി അത് വിഴുങ്ങരുത്. സഹോദരന്മാരെ, പ്രത്യേകിച്ചും അവനിങ്ങനെ വാദിച്ചു, ഓനിങ്ങനെ പറഞ്ഞു, ആ വാർത്ത ഇങ്ങനെ കേട്ടു, ഇതാണ് ഏറ്റവും വലിയ നീചമായ വാഹനം എന്ന് പറയുന്നത് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. മറ്റൊന്ന്, ഭിന്നത ഒഴിവാക്കി മുസ്ലിം സമൂഹം ഐക്യത്തോടെ നിൽക്കേണ്ട ഒരു രംഗമാണ് ഇത് എന്നുള്ളതാണ്. കാരണം എന്താ? ഭിന്നത പിടിപെട്ടാൽ ഏതൊരു രാജ്യത്തിൻ്റെയും പരാജയം എന്ന് പറയുന്നത് അവർ ഭിന്നിക്കുന്ന വഹ്ദസിമുബിഹബിലില്ല. ഇത്തരം രംഗങ്ങളിൽ നമ്മുടെ ഹൃദയം അടുക്കേണ്ടതുണ്ട്, ഐക്യമുണ്ടാവേണ്ടതുണ്ട്, ആ ഹൃദയത്തിലേക്ക് വിശ്വാസം കടന്നു വരേണ്ടതുണ്ട് എന്നുള്ള. അല്ലേ? ഏതൊരു സമൂഹം ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവരുടെ തകർച്ചയ്ക്കും കാരണമായിട്ടുള്ളത് അവരുടെ അകത്തളത്തിലുള്ള ഭിന്നതയാണ്. ഒരു രാജ്യത്തിന്റെ അകത്ത് ഭിന്നതയുണ്ടാകുമ്പോഴാണ് ആ രാജ്യം പരാജയപ്പെടുന്നത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, നാം വളരെ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം ഓരോ വാർത്തകളും നാം
പിന്നെ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുന്നത്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്ന മിനന്നാസി മഫാത്തിഹ ലിൽ ഖൈർ മഗാലിക ലിൽ ശർ എന്ന് തുടങ്ങുന്ന ഹദീസിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ നന്മയുടെ താക്കോലുകളുണ്ട്, തിന്മയെ കൊട്ടിയടക്കുന്നവരുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിൽ തിന്മ തുറക്കുന്നവരുണ്ട്, പിന്നെ നന്മ കൊട്ടി അടക്കുന്നവരും. അത് നന്മയുടെ താക്കോലുകളായിരിക്കണം നാം ഓരോരുത്തരും എന്നതാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ നിന്ന് പ്രവാചകന്റെ സുന്നത്തിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളുക. നിരന്തരമായി ഇസ്തിഗ്ഫാറും ദുആവും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുക. അത്തരം വിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, നമ്മുടെ സമയം നിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ആ ഭക്തരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, അല്ലാഹുമ്മ ഹഫ്ളിനാ മിൻ ബൈനി ഐദീനാ വമിൻ ഖൽഫിനാ വഅൻ അയ്മാനിനാ വഅൻ ശമാഇലിനാ വമിൻ ഫൗഖിനാ വമിൻ തഹ്തി അർജുലിനാ. അല്ലാഹുമ്മ ഹഫ്ള് ബിലാദനാ വബിലാദൽ മുസ്ലിമീന മിൻ കുല്ലി സൂഅ്. അല്ലാഹുമ്മ ജഅ്മഅ കലിമതഹും അലൽ ഹഖ് വഅല്ലിഫ് ബൈന ഖുലൂബിഹിം وادفع عنكم الفتن ما ظهر منها وما بطن. اللهم من مراد بالإسلام والمسلمين سوءا فأشغله بنفسه ورد كيده في نحره واجعل تدبيره تدميرا عليه واحفظ حفظتنا المرابطين وثبت الأرض تحت أقدامهم وارحم شهداءنا برحمتك يا أرحم الراحمين. اللهم وفق أميرنا وولياته لهداك واجعل أعمالهما في طاعتك ورضاك واجعل هذا البلد آمنا مطمئنا سآء رخاء دار أمن وإيمان وسائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.